നിനക്കെന്നെ ഓർമ്മയുണ്ടോടാ ഗിരി? തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? നീ ഇപ്പം വളർന്ന് വലിയ ഗുണ്ടയായല്ലേ? അല്ലെങ്കിലും ക്രിമിനൽസിന്റെ മക്കളൊക്കെ വളർന്ന് ക്രിമിനൽസ് അല്ലേ ആവുള്ളൂ. പിന്നെ നിന്റെ തന്തയുടെ വഴിക്ക് നീ വന്നതില് അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, തന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്റെ നാവ് പിഴുതെടുത്താ പിന്നെ നിന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് നീ ഇപ്പൊ എങ്ങനെ അറിയും? കൈയെടുക്കടാ. നിനക്ക് ബുദ്ധിയുണ്ട്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. മഞ്ജുവിനെ കാണാൻ പോയതാ. അപ്പോഴാണ് നിന്റെ അമ്മ അതിന്റെ ഇടയിൽ കയറി വന്നത്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞോട് നല്ലൊരു അടിയും വെച്ച് തന്നു. പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ അവരെ തൂക്കിയെടുത്ത് സെല്ലിലിട്ട് നല്ല രീതിയിലൊന്ന് പെരുമാറിയാനാ ഞാൻ. താൻ അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ അടുത്ത ദിവസം ഇവിടുത്തെ കായലിൽ എന്റെ ശവം പൊന്തിയാൽ. അതിനും മാത്രമൊക്കെ ധൈര്യം ഉണ്ടോടാ നിനക്ക്? പണ്ട് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് തനിക്ക് നേരെ കല്ലെറിഞ്ഞ ആ 12ാം ക്ലാസ്സുകാരനല്ല ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത്. തനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ നാട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. ഗിരി കൊല്ലുമെന്ന് പറഞ്ഞ കൊല്ലും. ശരിയാ, നീ കൊല്ലാൻ തീരുമാനിച്ച അത് ചെയ്തിരിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ മാധവൻ. സഞ്ജുവിനെ രക്ഷിക്കാൻ വേണ്ടി നീ അയാളെ തീർത്തു അല്ലേ? എന്നിട്ട് ആർക്കും ഒരു പരാതി ഉണ്ടാവരുതെന്ന് കരുതി അയാളുടെ മകളെ തന്നെ നീ കല്യാണവും കഴിച്ചു. കൊള്ളാം. നീ ശങ്കരനെ പോലെയല്ല, മിടുക്കനാ, മിടുമിടുക്കൻ. എടാ, നീ എന്റെ അടുത്ത് ബഹുമാനത്തോടെ പെരുമാറിയ നിന്റെ അച്ഛന് സംഭവിച്ചെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തന്നെ പോലൊരു ചെറ്റയുടെ വാക്ക് ഞാൻ വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അന്ന് നടന്നത് എന്താണെന്ന് അറിയണ്ട പോരെ? ഇനി താൻ അതിന്റെ പേരും പറഞ്ഞ് എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ പുറകെ നടക്കരുത്. അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരെ? എന്റെ കയ്യിൽ നിന്നൊരു തല്ല് വാങ്ങാനുള്ള ആരോഗ്യം തന്റെ ഈ ശരീരത്തിനില്ല. നോക്കിയും കണ്ടും നടന്ന തനിക്ക് കൊള്ളാം. ആ, എല്ലാം വാങ്ങിച്ചിട്ടുണ്ടമ്മേ. ലിസ്റ്റിലൊക്കെ കിട്ടിയെന്നേ. ഞാനൊരു 10 മിനിറ്റ് കൊണ്ടെത്ത്. ആരാ നീ? എന്നെയും ഡാഡിയും വെല്ലുവിളിക്കാൻ മാത്രം നീ വളർന്നുവല്ലടാ. നീ ഇനി ജീവനോടുണ്ടാവില്ല. അയ്യോ മൈ ഗോഡ്.
മൂന്തനാണല്ലോ. മൂന്ത 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 ഫാസ്റ്റ് വേഗം ആശുപത്രിയിൽ എത്തിക്ക്. Slowly. വേഗം വണ്ടി എടുക്ക്. ശരി സാർ. എന്താ മോനെ ആകെ വിഷമിച്ചിരിക്കുന്നത്? ഇന്ന് അനിൽകുമാറിനെ കണ്ടിരുന്നു. അയാളെ കണ്ടതും സ്റ്റേഷനിൽ വെച്ച് അച്ഛനെ അവസാനമായിട്ട് കണ്ടത് ഓർമ്മ വന്നു. അയാൾ ഇവിടെയും വന്നിരുന്നു. മാധവന്റെ മക്കൾ അധപതിച്ചതിന്റെ സന്തോഷം പങ്കുവെച്ചിട്ടാ പോയത്. എന്നോട് പറഞ്ഞു, അമ്മ വെറും കൈയോടെ അല്ല, നല്ല അടി കൊടുത്താ പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞു. ഈ വീട്ടിൽ കയറി വന്ന് ജാട കാണിച്ചാൽ ആരും പ്രതികരിക്കില്ലെന്ന് അയാൾ വിചാരിച്ചെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ആഞ്ഞൊരെണ്ണം അവന് കൊടുത്തു. അത് നന്നായി. ഇപ്പോഴും പഴയ പോലീസാണെന്ന് അയാളുടെ വിചാരം. കാലവും നാട്ടുകാരും മാറിയത് അയാൾ അറിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ മെക്കിട്ട് കയറിയ തോളിലെ നക്ഷത്രങ്ങൾ നോക്കാതെ പ്രതികരിക്കുന്ന ജനങ്ങളാ ഇപ്പൊ നമുക്കുള്ളത്. ഗിരിയേട്ടന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ആ സ്റ്റേഷനിലെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഒരേ ഒരു ഓഫീസറാ അനിൽകുമാർ. അന്ന് നടന്നത് എന്താന്ന് അയാൾക്ക് എന്തായാലും അറിയില്ലേ? അയാൾ വഴി ആ സത്യം അറിയാൻ നമുക്ക് ശ്രമിച്ചൂടെ? ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെന്നാണോ നിന്റെ വിചാരം? അനിൽകുമാറിനെ പോലെയുള്ളവർ ഒരിക്കലും സത്യം പറയില്ല. അതിനെ വളച്ചൊടിച്ച് ഉറ്റവരെ നഷ്ടപ്പെട്ട നമ്മളെ കൂടുതൽ ചൂഷണം ചെയ്യുള്ളൂ. മാധവൻ സാറാണ് എന്റെ അച്ഛനെ കൊന്നതെന്ന് അനിത പറഞ്ഞത് ഓർമ്മയില്ലേ? അവളുടെ ഉദ്ദേശം അത് പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെ തമ്മിൽ അടുപ്പിക്കുകയായിരുന്നു. അയാളുടെ എല്ലാം മോള് അങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ നിന്നിട്ട് ഒരു കാര്യമില്ലാന്ന് വൈകിയാണെങ്കിലും ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കുന്നതാ ബുദ്ധി. ഹലോ.